ഈ ലിവിങ് ടുഗദറിനോടാണോ കല്യാണത്തിനോടാണോ താല്പര്യം? അങ്ങനെ ചോദിച്ചാൽ അണ്ണാ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? രണ്ട് ചെയ്താലും വലിക്കുക ഏറ്റവും അവസാനം. എന്താ അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ? ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ പിന്നെ എന്നാ ചെയ്യണം പറ. ലിവിങ് ടുഗദർ ആണെങ്കിൽ അടിയിട്ട് ഇറങ്ങിപ്പോകും. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറ്റത്തില്ല. കോടതിയിൽ പോകണം. എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിയാവോ? സഹിക്കണ്ടേ? സഹിക്കണം. അവള് വിവാഹം കഴിക്കുന്നില്ലേ? അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞാലും ഞാൻ കെട്ടും. എന്തിനാണ് ഈ കല്യാണം കഴിക്കണം? കല്യാണം എല്ലാരും എന്തിനാ കഴിക്കുന്നത്? വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച. അറേഞ്ച് മാരേജിനോട് തന്നെ താല്പര്യം. എന്തുകൊണ്ടാണ്? അറേഞ്ച് മാരേജ് ആകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നാൽ അത് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് അതൊക്കെ തേച്ച് മായ്ച്ച് കളയും എന്നാണ് ഉറപ്പ്. പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിക്കാമല്ലോ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? അല്ല, അത് ലിവിങ് ടുഗദറിനകത്ത് ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു എറണാകുളത്തൊരു കൊച്ചിനെ ദേഹം മൊത്തം പൊളിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തില്ലേ? അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും പിന്നെ ഫുള്ള് നാറുമല്ലേ, വീട്ടുകാരും എല്ലാവരും നാറും. ഈ കല്യാണത്തിനാകുമ്പോഴും ഈ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുകയും സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ വിഷയം നടക്കുന്നില്ല. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. അത് ചിലതായാലും എടുത്തു പറയത്തക്കായിട്ടൊന്നും വരുന്നില്ലല്ലോ. പക്ഷേ ാണോ കല്യാണത്തിനോടാണോ താല്പര്യം? രണ്ടിനും പെണ്ണ് വേണ്ടേ? രണ്ടാണെങ്കിലും പെണ്ണ് വേണ്ടേ? നിനക്കറിയുന്ന ആളാ? നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അതാടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അപ്പൊ രണ്ടിനും പെണ്ണ് വേണം. പെണ്ണുണ്ടെങ്കിലേ രണ്ടും നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. എനിക്ക് രണ്ടായാലും ഫ്രീഡം വേണം. താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായി, പക്ഷെ അടുത്ത കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാണ് ഇഷ്ടം.